വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം HRMൻ്റെ മൊഡ്യൂൾ 1 നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആയ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ നോട്ട്സാണ് കൊടുക്കുന്നത്. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് മൊഡ്യൂൾ 2ലേക്ക് പോവാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? HRP, അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആൻഡ് മാനേജറിങ് ആൻ ഓർഗനൈസേഷൻസ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ് മാനേജ് ചെയ്യുകയും ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. Ensures the right number of people with the right skill are available at the right time. Right ടൈമിന് റൈറ്റ് സ്കില്ലുള്ള റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടെന്ന് എൻഷുർ ചെയ്യും. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എൻഷുവേഴ്സ് ദ അവൈലബിലിറ്റി ഓഫ് മാൻ പവർ, എത്രത്തോളം ആളുകളുണ്ട് അത് എൻഷുർ ചെയ്യും. യൂസ് എക്സിസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ്ലി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. Then maintain a balance between demand and supply of employees. എംപ്ലോയീസിൻ്റെ ഡിമാൻഡും സപ്ലൈയും തമ്മിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. പ്ലാൻ ഫോർ എംപ്ലോയി ഡെവലപ്മെൻറ്റ് ആൻഡ് സസഷൻ, എംപ്ലോയി ഡെവലപ്മെൻറ്റിനും സസഷനും ഒക്കെ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. റെഡ്യൂസ് അൺസർട്ടനിറ്റി ഇൻ മാൻ പവർ പ്ലാനിങ്, മാൻ പവർ പ്ലാനിങ്ങിൽ അൺസർട്ടനിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യും. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹെൽപ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, സപ്പോർട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, റിക്രൂട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യും. ഓർഗനൈസേഷണൽ ഫ്ലെക്സിബിലിറ്റി റെസ്പോൺസീവ്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. ദെൻ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുക, അതിൻ്റെ പ്രോസസ്സാണ്. ഫസ്റ്റ് വൺ, അനലൈസിങ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോള്, പ്ലാൻ, സ്ട്രാറ്റജീസ് ഓഫ് ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നെക്സ്റ്റ് എന്താണ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതായത് ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കും. നമ്പർ, ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള എത്ര തരത്തിലാണ് അതൊക്കെ നമ്മൾ റെഡിയാക്കും, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. ദെൻ സപ്ലൈ ഫോർകാസ്റ്റിംഗ്, അസസ് കറണ്ട് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ്. കറണ്ട് ആയിട്ടുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ അസസ് ചെയ്യും. ദെൻ ഐഡൻറ്റിഫൈങ് മാൻ പവർ ഗ്യാപ്പ്, ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഷോർട്ടേജും സർപ്ലസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് കമ്പയർ ചെയ്യും. ദെൻ ആക്ഷൻ പ്ലാൻ, റിക്രൂട്ട് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നമ്മൾ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യും. ഗ്യാപ്പിനെ ബേസ് ചെയ്ത് സ്റ്റാഫ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യും. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, അതായത് ഇപ്പോൾ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു പ്രാവശ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും ഇവാലുവേഷനും ഒക്കെ ആവശ്യമാണ്, അപ്ഡേഷനൊക്കെ ആവശ്യമാണ്. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് HRP? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ. ഇക്കണോമിക് ഓർ മാർക്കറ്റ് ചേഞ്ചസ് മേ അഫക്ട് പ്രഡിക്ഷൻസ്. നമുക്ക് എപ്പോഴും അത് ഒരു അൺസർട്ടനാണ്. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഈ എക്കണോമിക് മാർക്കറ്റ് ചേഞ്ചസ് ഒക്കെ നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്രെഡിക്റ്റ് ചെയ്താൽ തന്നെ അത് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാം നമ്മുടെ പ്രഡിക്ഷനെ. ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് സമയം ആവശ്യമുണ്ട്. എക്സ്പെൻസീവ് പ്രോസസ്സാണ്. ലാക്ക് ഓഫ് സ്കിൽഡ് HR പ്രൊഫഷണൽ ഫോർ പ്രോപ്പർ പ്ലാനിങ്. പ്രോപ്പർ പ്ലാനിങ്ങിന് ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണൽസിൻ്റെ ലാക്ക്, അതായത് അവർ ഭയങ്കര കുറവാണ്, അതൊക്കെ അഫക്റ്റ് ചെയ്യും. ദെൻ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ് ടു ചേഞ്ച്, ഒരു ചേഞ്ചിലേക്ക് എത്തിപ്പെടാൻ ഇച്ചിരി പാടാണ്. കാരണം ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും ചെയ്ത് പോയ കാര്യങ്ങൾ ഒരു ദിവസം മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും. അപ്പോൾ ആ പുതിയൊരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പാടാണ്. ഡേറ്റ ഇന്നാക്യുറസി മേ അഫക്റ്റ് പ്ലാനിങ്. ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റാസൊക്കെ പ്ലാനിങ്ങിന് ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? റിക്രൂട്ട്മെൻറ്റ്.
Recruitment is the process of identifying, attracting and encouraging candidates to apply for job vacancies. ജോബ് വേക്കൻസീസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ എൻകറേജ് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മളെന്ത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇൻറ്റേർണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേർണൽ സോഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സ് നോക്കാം. പ്രമോഷൻ, എലിവേറ്റിംഗ് എംപ്ലോയീസ് ടു ഹയർ പോസ്റ്റ്. അതായത് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്നതാണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഹയർ പൊസിഷനിലോട്ട് എംപ്ലോയീസിനെ എലിവേറ്റ് ചെയ്യുന്നു, സിമിലർ പൊസിഷനിലോട്ട് തന്നെ എംപ്ലോയീസിനെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. കറണ്ട് എംപ്ലോയീസ് റെഫർ കാൻഡിഡേറ്റ്സിനെ കറണ്ട് എംപ്ലോയീസ് റെഫർ ചെയ്യുന്നു. ഇതൊക്കെ ഇൻറ്റേർണൽ സോഴ്സസ് ആണ്. കോസ്റ്റ് എഫക്റ്റീവാണ്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് ചോയ്സ് ആയിരിക്കും. ക്യാൻ ലീഡ് ടു ഫേവറിസം. അതായത് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ കാൻഡിഡേറ്റ്സിനെ റെഫർ ചെയ്യുക, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തവരൊക്കെ എന്താ പൊട്ടനാണ്. അതേപോലെ ഫേവറിസത്തിനൊക്കെ അവിടെ കാരണമാവും. ദെൻ എക്സ്റ്റേണൽ സോഴ്സസ്, അഡ്വർടൈസ്മെൻറ്റ്, ന്യൂസ് പേപ്പറിലൂടെയും ജോബ് പോർട്ടൽസിലൂടെയൊക്കെ നമുക്ക് വേക്കൻസീസ് അറിയാനായിട്ട് പറ്റും. എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ് വഴി ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ്മെൻറ്റിൻ്റെയും ഉണ്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് അല്ലെങ്കിൽ സർവീസസ്. ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, നമ്മൾ കോളേജസ് യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെ വന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് പ്ലേസ്മെൻറ്റ് പരിപാടികളൊക്കെ നടത്തി അങ്ങനെ റിക്രൂട്ട് ചെയ്യും. ജോബ് ഫെയർസ്, സോഷ്യൽ മീഡിയ എക്സെട്ര, ഇതുവഴിയൊക്കെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് എക്സ്റ്റേണലി അതൊക്കെ സോഴ്സസ് ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ബ്രിങ്സ് ന്യൂ ടാലൻറ്റ്, വൈഡർ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്. ഒരുപാട് പേരുണ്ടാവും എക്സ്റ്റേണലി നടക്കുന്നത്. ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവർ റെഫർ ചെയ്യുന്നതായതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. മോർ എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ദെൻ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്കാണ്. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് ഒക്കെ. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജോബ് അഡ്വർടൈസ്മെൻറ്റ്, നോട്ടീസൊക്കെ. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ്, ഹെഡ് ഹണ്ടേഴ്സൊക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിക്രൂട്ട്മെൻറ്റ് പോളിസി. ഒരു ഗുഡ് റിക്രൂട്ട്മെൻറ്റ് പോളിസീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്ലിയർ ആൻഡ് സിമ്പിൾ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യണം, ഫെയർ ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം, എല്ലാവർക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആയിരിക്കണം. പ്രോസസ്സിലൊക്കെ ഒരു ട്രാൻസ്പെറൻസി വേണം, അല്ലാതെ ഒന്നും അറിയാതെ ചെയ്തിട്ട് കാര്യമില്ല. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു റിക്രൂട്ട്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുക? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പോളിസി, റിക്രൂട്ട്മെൻറ്റ് നമ്മളുടെ കമ്പനിക്കുള്ള ബഡ്ജറ്റ്, ഓർഗനൈസേഷൻ്റെ കൾച്ചർ, ഇതൊക്കെ റിക്രൂട്ട്മെൻറ്റിന് ബാധിക്കാം ഇൻറ്റേർണലി. എക്സ്റ്റേർണലിയോ ലേബർ മാർക്കറ്റ് കണ്ടീഷൻസ്, ലീഗൽ റെഗുലേഷൻസ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജീസ്, ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഒക്കെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ സെലക്ഷനെ ബാധിക്കാം. ദെൻ വാട്ട് ആർ സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഇൻഡക്ഷൻ. എന്താണ് സെലക്ഷൻ? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫ്രം ദ പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ്. നമുക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഗോൾസിനും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ എന്താണ്? പ്രിലിമിനറി സ്ക്രീനിങ്. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 100 പേര് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കമ്പനിക്ക് വേണ്ട കുറച്ച് കാൻഡിഡേറ്റ്സിന് എലിജിബിൾ ആയിട്ടുള്ളവരെ എന്ത് ചെയ്യുന്നു? ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു 10-30 പേരൊക്കെ ആക്കുന്നു. ദെൻ ആപ്ലിക്കേഷൻ ഫോം റിവ്യൂ. ക്വാളിഫിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. റിട്ടേൺ ടെസ്റ്റ്, നോളജും സ്കില്ലും ആപ്റ്റിറ്റ്യൂഡൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റിട്ടേൺ ടെസ്റ്റ് നടത്തുന്നു. ഇൻ്റർവ്യൂസ് നടത്തുന്നു. 1-to-1 ഉണ്ട്, പാനൽ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ടെലിഫോണിക് അത് ഇൻ്റർവ്യൂസിൻ്റെ ടൈപ്പാണ്. അങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നു. മെഡിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ഒക്കെ എൻഷുർ ചെയ്യുന്നു. പാസ്റ്റ് റെക്കോർഡുകളൊക്കെ വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ നമ്മൾ ഇഷ്യൂ ചെയ്യും, അല്ലേ? Then what is placement? After selection, the candidate is assigned a specific job role. സെലക്ട് ചെയ്തതിന് ശേഷം
ഇപ്പോൾ നാളെ തൊട്ട് വന്നോളാം നമ്മൾ പറഞ്ഞതിന് ശേഷം ആ കാൻഡിഡേറ്റ് നമ്മളൊരു പൊസിഷൻ നമ്മുടെ കമ്പനി കൊടുക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജോബ് റോള്, ഇന്ന മാനേജറിൻ്റെ റോളാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കും. അതിനാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. എൻഷുവേഴ്സ് ദ റൈറ്റ് പേഴ്സൺ ഈസ് പ്ലേസ്ഡ് ഇൻ ദ റൈറ്റ് ജോബ്. അതായത് ഇപ്പം നമ്മുടെ ഇവിടത്തെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ജോലിയൊന്നും അല്ല കിട്ടുന്നത് അല്ലേ. അപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ജോലിക്ക് പോകുന്നു, പക്ഷെ നമ്മൾ പഠിച്ച ജോലി ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ കൃത്യം എവിടെയാണോ നമ്മൾ എത്തേണ്ടടുത്ത് റൈറ്റ് ജോബിൽ റൈറ്റ് പേഴ്സണെ പ്ലേസ് ചെയ്യുന്നതാണ് പ്ലേസ്മെൻറ്റ്. അത് എൻഷുർ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ പ്ലേസ്മെൻറ്റ് ലീഡ്സ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലേസ്മെൻറ്റ് ആണ് എങ്കിൽ അത് ജോബ് സാറ്റിസ്ഫാക്ഷനെയും പ്രൊഡക്ടിവിറ്റിനെയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ട്രെയിനിങ് റെഫേഴ്സ് ടു ടീച്ചിങ് എംപ്ലോയീസ് ദ സ്കിൽസ് റിക്വയർഡ് ടു ഡു ദെയർ ജോബ് എഫിഷ്യൻ്റ്ലി. അവരുടെ ജോബ് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ടീച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഇൻറ്റേൺഷിപ്പ്, ജോബ് റൊട്ടേഷൻ. നമ്മൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് ഓൺ ദ റൊട്ടേഷനൊക്കെ. പിന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ഉണ്ട്. അതാണ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്, വർക്ക്ഷോപ്സ്, ക്ലാസ് റൂം ട്രെയിനിങ് ഒക്കെ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്: improve performance, prepare for higher responsibilities, minimize accidents and wastage. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ, ഓൾസോ കോൾഡ് ഓറിയൻറ്റേഷൻ. ഇൻഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ എംപ്ലോയി ടു ദ ഓർഗനൈസേഷൻ. അതായത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഓറിയൻറ്റേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജ് ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ കോളേജിൻ്റെ ചുറ്റുപാടും നമ്മുടെ കോളേജിൻ്റെ റൂൾസും റെഗുലേഷൻസും അതിൻ്റെ കൾച്ചറും ഒക്കെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ, അത് നമ്മൾ കോളേജിലോട്ട് വരുമ്പോൾ. ഇനി ഓർഗനൈസേഷനിലോട്ട് വരുമ്പോഴാണെങ്കിലോ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാം. നമ്മുടെ ടേംസൊക്കെ നമുക്കിവിടെ സിമിലറാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ടേംസൊക്കെയാണ് ബിസിനസ്സിലും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ടേംസ് വെച്ച് അതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഇൻഡക്ഷൻ, ഇപ്പോൾ കോളേജിൽ ഇൻഡക്ഷൻ ആണെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കോളേജ്. അപ്പോൾ ബിസിനസ്സിലാണെങ്കിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞാൽ എന്താണ്, ആ ഓർഗനൈസേഷൻ പുതിയ പുതിയ എംപ്ലോയീസിന് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഓറിയൻറ്റേഷൻ അഥവാ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? കമ്പനിയുടെ കൾച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ടീം മെമ്പേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, പോളിസീസ്, ബെനിഫിറ്റ്സ്, ഡ്യൂട്ടീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? എംപ്ലോയി ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ചെല്ലുകയാണെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ്, ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള എംപ്ലോയീസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കമ്പനിയുടെ കൾച്ചർ, റൂൾസ് എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുത്താൽ കുറച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസൈറ്റി ഒക്കെ കുറയും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആൻഷ്യസ് ആവും. ക്വിക്കർ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും, പോസിറ്റീവ് ഇംപ്രഷനൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇൻഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ട്രെയിനിങ് പറഞ്ഞു, പ്ലേസ്മെൻറ്റ് പറഞ്ഞു, സെലക്ഷൻ പറഞ്ഞു, പിന്നെ റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിക്രൂട്ട്മെൻറ്റ് പോളിസി, മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ദെൻ എന്താണ് HRP അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതിൻ്റെ പ്രോസസ്, ഡിസഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു. ഇതാണ് മൊഡ്യൂൾ 2 ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളാം. ഇനി ഏതെങ്കിലും മൊഡ്യൂൾസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളാം. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള 5th മൊഡ്യൂൾസ് വരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കാണുക. ഓക്കെ, താങ്ക് യു.